എടുക്കുക. ഇങ്ങനെ മീൻ എടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കോഴിക്കോട് ചാലിയത്ത് ബേപ്പൂർ ചാലിയം പോയിട്ട് മീനും കാര്യങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുവന്നത്. നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് മർസുവിന് ഒരുപാട് സ്നേഹം എല്ലാവരും മർസുവിൻ്റെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മർസു ഇന്നലെ ചാലിയത്ത് നമുക്ക് മീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ നമ്മൾ ചേമീൻ കൊണ്ടുവന്നിരുന്നു. അതിലും കുറച്ച് ചേമീനാണ് വാങ്ങിയത്. അപ്പം 3 വലിയ ചേമീൻ ഉണ്ടായിരുന്നു. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരും. കുറച്ചൊരു പെട്രോളിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് പിന്നെ ഇത് കുറച്ച് കൂടുതലാണ്. ഇത്ര മതി. അതതിന്റെ മേലക്കിടരുത്, കത്തി പിടിച്ചിട്ട് ഇടാൻ പറ്റും. അത് പാളിയിട്ടുണ്ട്. ഷെഫീഖാണല്ലോ നിയന്ത്രിതം. ഷെഫീഖ് എന്തോ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലോഗർ ആരിഫിന്റെ ചാനലിൽ നിങ്ങളെല്ലാവരും അവിടെയാ ഒരു ഹായ് കൊടുത്താ. ചന്ദനത്തിനുണ്ട് പോയി വണ്ടർഫുൾ വണ്ടർഫുൾ. സഫീഖാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഓന്റെ ചാനലാണ്. ഓക്കെ, കിട്ടിയിട്ടില്ല. ഇതിന് അടപ്പിനൊരു അല്ല അത്ര ഏതിന്നാ കരുതൂല. അത് കരുതിക്ക എല്ലാം തന്നെ. വാ, ഒന്ന് ഒരു തോൽവിയായ സഫീഖാണിത്. ചൊറുക്കുണ്ട്. ഒരു പെണ്ണുണ്ടെങ്കിൽ എല്ലാരും പറയാ. ബാബുവിനെ എടുത്തിങ്ങനെ കല്ലോ കുഞ്ഞാനിയാ കല്ലെടുത്തു. കല്ലിനോട് ഇത് നല്ല സുഖമാണ്. യെസ് യെസ്, ആസിഫ് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അവിടെയാ ആ പെട്ടി കെട്ടിയ മാതിരി ഇതും കൂടിയാണ് തീരുമാനിക്ക. ആ ബിന്യാമിക്ക് നല്ല നാക്കുണ്ട്. ടീഷർട്ട് ഊരിട്ടാണ്. സഫീഖ് അവിടെ. സഫീഖ് ഇഷാൻ ഒന്ന് ഹായ് പറയൂ. ഹലോ. ഫസിലിന്റെ പൊറാട്ട ഉണ്ടാവില്ല. സെബുന് നല്ല നാക്കുണ്ട്. സെബു നല്ല ഊത്താണ്. സെബുന് നല്ല ഊത്തറിയാം. എങ്ങനെയാണ് അവിടെ അത് ഞാൻ കാണിച്ചില്ല. അത് ഇങ്ങനെ ഇങ്ങനെ കളക്കണം. അങ്ങനെ വാപ്പൂട്ടി ഇറങ്ങിക്കണ്. അത് നല്ല മിന്നലാണ്. നല്ല കാറ്റ് കയറാം. പേപ്പർ ഉണ്ട് അതിന് വേണ്ടി. നമ്മളെ ക്യാപ്റ്റൻ പറയട്ടെ. അത് നനഞ്ഞൂലേ.
അല്ല അതും കേട്ടോ വീഡിയോ ആണല്ലേ അതും കേട്ടോ അവസാനം കത്തിപ്പിടിച്ച ജോലിയായ അടുപ്പത്തിച്ചലാണത് എല്ലാവർക്കും കുഞ്ഞെ കാണാൻ പൂതിണ്ടാവും പക്ഷെ ഞാൻ ക്യാമറന്റെ ഫ്രണ്ടിൽ വരില്ല ഷെഫീക്ക് നല്ലൊരു കത്തിക്കലുണ്ട് ഇജ്ജ് അവിടുന്ന് കത്തിട്ടാ പൂട്ടി ഇതൊക്കെ അതിൽ പെടുന്നുണ്ട് ഇജ്ജ് അങ്ങനെ ഞാൻ ഷെഫീക്ക് ഒരു തോൽവിയായ കത്തിച്ചതാണ് ഓലക്കൊടി ഇട്ടോക്കാ എണ്ണല്ല അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് പെട്രോൾ വേണം വണ്ടി നൂറ്റാണ് അതോ ഫുള്ള് പറഞ്ഞോ ആയി കിട്ടല ആയി കിട്ടല അത് മനസ്സിലാ മുഖം മാറ്റി എന്ത് ഞാൻ കത്തിക്കോട്ടെ കത്തിക്കോട്ടെ ഞാൻ കുറച്ച് പോകത്തിട് ഈ സാധനം ഇട് ഞാൻ മതി ഞാൻ മതി മതി ഞാനൊന്നുണ്ടാ അല്ല ഞാനേ കുറച്ച് തടിയില്ലാത്ത സാധനം മിന്നല്ലേ 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 ഈ ഒന്നും ഉണ്ടാടുന്നുണ്ട് അല്ലാക്കിന്റെ സാധനമാണ് കുടിച്ചില്ലാതെ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ കർപ്പൂരം വന്നു കർപ്പൂരം ചിരട്ടിയിൽ വെച്ച് കത്തിച്ച് വെക്കണ്ടേ അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് നമ്മൾ അതിന്റെ ടെക്നിക്കൽ വശം അങ്ങനെയാണ് ഞാൻ ഇൻട്രോവേർട്ടാണ് അതിങ്ങനെ നമ്മളെ നേറി കത്തുള്ളൂ അല്ലാതെ മറ്റേ പെട്രോൾ എത്തണ മാതിരി കത്തുന്നില്ല ആദ്യം കത്തി പിടിച്ചോ ഇത് കത്തിക്കണോ കടിയോ കഴിഞ്ഞോ അതാ ഇതാക്ക് എന്താ കുഞ്ഞുമുത്ത ഈ നേരത്തെ വാക്ക് പറയണം എടാ പുലി ഇറങ്ങിണ്ടോ സുഹൃത്തുക്കളെ നല്ല കത്തിച്ച് കത്തിച്ച് ഇതായി പുലി ഇറങ്ങിയിട്ടുണ്ട് പുലിയൊന്നും പ്രശ്നമില്ല ഇവിടെ വരെ നമ്മളിപ്പോൾ കുക്കിങ്ങിലാണ് വരി ഇത് നമ്മളെ അടുപ്പ് ഇവിടെ ഉണ്ട് വാ അടുപ്പ് കാണിച്ചു കൊടുക്കേ എടാ അടുപ്പ് കത്തുള്ളല്ലോ ഇങ്ങോട്ട് വാ സമയ എടാ കുന്തിരിക്കം പോകിച്ചാൽ മതി അടുപ്പ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അത് കത്തിക്കോളൂ ഇനി നമ്മൾ വേറെ അടുപ്പ് ഇവിടെ ഉണ്ട് ഗ്രില്ല് ഇങ്ങോട്ട് വരി വാ ആ ഇത് ഗ്രില്ലായി ഇനി മീൻ വെച്ചാൽ മതി ശരി ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് വരി ഞാൻ കത്തിക്കോളിനോ അഞ്ഞ് മിന്നിയാ മതി അസൽ 2 വാക്ക് സംസാരിക്കും അസൽ ഐ അപ്പം നമ്മളെ അടുപ്പ് ഇവിടെ ആയി സുഹൃത്തുക്കളെ എടാ തീ ഇതെന്താ കത്താത്ത് നിസാമേ ഇങ്ങോട്ട് വാ അത് കത്തിച്ച് ആണോ ഇതാ വെച്ചിക്കണേ ഇതിൽ അടുപ്പും ചട്ടിക്കൂടെ ഓക്കെ
നിസാമിന്റെ വണ്ടിന്റെ അത് അടച്ചിട്ടില്ലേ? എന്താണ് കൊടുക്കുന്നില്ലേ? ഉറപ്പല്ലേ? ഫോയിൽ പേപ്പർ. മീനോടെ മീനോടെ അത് പെരത്താ നല്ലേ വേണ്ട. അതിന് മസാല ഇഞ്ഞുണ്ട്. മസാല ഉണ്ട്, അതൊന്ന് പെരത്തുന്ന. കത്തിയുടെ കത്തിയുടെ ഇതിൻ്റെ എന്താ ചേമീൻ. ചേമീൻ ഒരു കത്തിയും കയ്യിൽ വെച്ചതാണ്. പുലിയുടെ വെള്ളം കയറ്റാം. ഒന്ന് മറിച്ചിടാനും അല്ല, പുലിക്ക് കൂർപ്പ് മതി. പുലി വന്നാൽ ഒന്നും ചെയ്യാല്ല. കൈ വയ്ക്കും അങ്ങനെ തന്നെ. അത് ഇത് കുടിച്ചോ. ആദ്യം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തു. ഒന്നുണ്ട് മനസ്സ് കുറച്ചുകൂടി വലുതാക്കുക. അങ്ങനല്ല മറ്റേ ഇങ്ങനെ കുറച്ച് മസാല കുത്തി കയറ്റുള്ളൂ. ഒരു മീനുള്ള എന്താണ് ഇവര് രണ്ടു വാക്ക് സംസാരിക്കേ. തീരാ നഷ്ടം അതിലുള്ളവരാ. നമ്മള് വാപ്പൂനെട്ടോ വാപ്പൂന് വൻ മിസ്സിങ് കേട്ടോ ഇതില്. രണ്ടും വെക്കണ്ട ഒപ്പം. ആ വാപ്പൂന്റെ കടായി ഉണ്ട് കാടക്കടായി ഇങ്ങനല്ല മറ്റേ ഇത് പിടിച്ച് മനസ്സിൽ ആരിഫും കണല് ഇഷ്ടം പോലെ ഉണ്ട്. അതില് ഫുള്ളുണ്ട്. ഒന്നും കൂടി ഇല്ലേ അതില്? ഒരു മീനും കൂടി ഇല്ലേ? ആണോ? രണ്ടെണ്ണം ഇല്ലേ? മീനടാ ഇതിന്റെ സ്നേഹാണ്. മർസുവിന്റെ സ്നേഹാണിത്. മർസു കാണുന്നുണ്ടോ വീഡിയോ? പിന്നെ മസാല കുറച്ചുകൂടി ആക്കേ. അങ്ങനൊക്കെ അല്ലേ? ഇതിൽ കുറച്ച് മസാല ഇടേ. അപ്പൊ ഇത് മതിയോ? സുഹൃത്തിന് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ആ സുഹൃത്ത് എന്താ പറഞ്ഞത്? ഇത് തലേന്ന് പറഞ്ഞേ കറക്റ്റ് ആക്കിയില്ല. നമുക്ക് പാകത്തെ മീനാ. മീനോ അടിക്കടിക്കടിക്കടിക്കട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒട്ടിച്ചാണേ ദീകേ. ആ വേറെ നേക്കണേ വായന്റെ പൊഞ്ഞ് വെച്ചാൽ മതി നമുക്ക്. അങ്ങനെ ചെയ്താലോ? ആ ഇനി ഇവിടെ മന്തി വെക്കാണ് സമയ. ഇത് അന്നത്തെ മാരത്തെ മന്തി ആവോ? അതെല്ലാരും വ്ലോഗിൽ കണ്ട. ഓക്കെ സംഭവം നേക്കാണ്. ഓക്കെ അതായത് അത് കാലകാലങ്ങളായിട്ട് ഞാൻ ഈ പരിപാടിക്കില്ല. ആ പഞ്ചായത്ത് മെമ്പർ നോക്ക് സംസാരിക്ക്. എനിക്ക് വോട്ട് വേണോ? ഫേദർ 5ാം വാർഡ് നിലവിൽ വന്നു. അപ്പോൾ നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ ക്ലിയറായി. മീനിവിടെ വെച്ചു.
സബുനെ കാണിച്ചു കൊടുക്ക്. കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. മീൻ എങ്ങനെയുണ്ട്? നല്ല മീനാണ്. അടുത്ത് നമ്മള് കബ്സ, ഇതില് നമ്മള് മുന്നേ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അതില് നല്ല ബിരിയാണി വെച്ചിരുന്നു നിസാമ്. പക്ഷെ അതിൽ കുറച്ച് വെള്ളം, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കുറച്ച് വെള്ളം കൂടി. പക്ഷെ മസാല നല്ല രസമാണ്. നിസാമ ഇതെങ്ങനെയാവും പറയാം. ഇത് അടിപൊളിയാവും. വെള്ളം ചാടി കഴിഞ്ഞാൽ, വെള്ളം കൂടി കഴിഞ്ഞാൽ എന്നെ ഇവിടെ കാണുമോ? ഇല്ല, ഞാൻ പെരി പോവും. ചോറൊക്കെ വരുമോ? ഇത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. ഈ ചോറ്റ് ചിലപ്പോ കർപ്പൂരം വരെ പ്രതീക്ഷിക്കാം. സത്യം കർപ്പൂരം. ആരിഫിനെന്താ പറയാ? ഞാനും നിസാമല്ല ഉണ്ടാക്കണത്. നിങ്ങൾ തിന്നിട്ട് പോയാൽ മതി. നിസാമേ ഓൾക്ക് ഉണ്ടാക്കിട്ട് കൊടുത്തിട്ട് പോയാൽ മതി. അര കിലോ ചോറാണെങ്കിലും ബാക്കി സംഭവം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എടാ മീൻ മറിച്ചിടല ആസിഫ, ഇത് മറിച്ചു വെക്കേ. വെക്ക് എന്റെ കയ്യില് പവർ ബാങ്കാ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല്. എടാ മീൻ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ വായിച്ചോ പാചക രീതി വീഡിയോയിൽ മാത്രം പണിയെടുക്കില്ല, വെറുതെ വീഡിയോയിൽ പണിമുഖത്ത് തെറിച്ചു പോയി. പറഞ്ഞാ ചെറുപ്പം ആ തക്കാളി ആരെങ്കിലും ഒന്ന് ഇങ്ങനെ തിരുമ്പി തന്നാൽ പിഞ്ചാങ്ങത്തില്ലാത്ത ചെങ്ങായി മാഗി കട്ട് ഉരുക്കിയിട്ടില്ലേ? നമുക്ക് ചോറായി രണ്ടു വാക്ക് എന്തായാലും മീൻ എന്തെങ്കിലും വേണേ. വോട്ട് വേണോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോ? സംസാരിക്കും. രണ്ടു വാക്ക. നിസാമിന്റെ ഫുഡ് അടിപൊളി കാരണം 1/2 കിലോനാണെങ്കിലും ബാക്കിയാവും. അതാണ് അതിന്റെ പ്രത്യേകത. ബിരിയാണി പാളിക്കണേ. ഇനിയിപ്പോ എന്താ അവസ്ഥ? ഇക്കുറി നിസാം വിജയിക്കുമോ? അതാണ് നമ്മളെല്ലാരും ഉറ്റുനോക്കും. നിങ്ങൾ ഫസ്റ്റിനെ ഏൽപ്പിച്ചല്ലേ അപ്പൊ വിജയിക്കും. ഏറ്റെടുക്ക്. നിസാമിന്റെ ബിരിയാണിന്റെ വീഡിയോ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കാണാൻ പോയി കാണാൻ പറയാം. അതൊന്ന് സൈഡിലൊന്നും അങ്ങനെ ആയി കൊടുക്കണോ? ഉപ്പുണ്ടോ കിച്ചൺ നോക്ക്. ലിങ്ക് താഴെ ഉപ്പ് കൂടുതലാക്കാനോ? ബിരിയാണി വെച്ച് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കട്ടോ. ഇത് ഇത് അമലക്കോളത്തെ മാഷാട്ടോ. ഇതിനോടൊന്നും പറയാനും പറ്റില്ല. ഉപ്പ് കൂടുതലാ സമയം അരി വേറിട്ടിക്കാനേ. പിന്നെ നമ്മളെ മീന് പൂച്ചോണ്ടോ നോക്കണോ? പുലിയാലും കൊണ്ടോ. പിന്നെ എടാ മീനും സ്മെല്ല് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. വരി സംഭവം സുഹൃത്തുക്കളെ, മീൻ ഞാനാണ് സെറ്റ് ആക്കിയത്. എടാ പുലി വരികയാണെങ്കിൽ മീൻ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ എടാ കുട്ടന്മാരാ, ഓയ് ആസ ഒന്ന് വന്നാ ഇതൊന്നും മറിച്ചിടണം. അല്ല ഞാൻ എന്നാ മൊബൈൽ പിടിച്ചോ. ഇത് മീൻ ഇങ്ങനെ കൊയിഞ്ഞാടി കഴിഞ്ഞാല് അത് ഇപ്പോഴാണ് കറക്റ്റ് ആവുക. ശ്രദ്ധിക്കാൻ നല്ല സ്മെല്ലാ. നമ്മള് റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കണ പോലത്തെ സ്മെല്ല് അവർക്ക് കിട്ടുമോ? ഒന്ന് മണത്തോക്കാം. സത്യമായിട്ട് സ്മെല്ലില്ല.
എന്നിട്ട് വരുന്നൊക്കെ ഉണ്ട്. സുബിക്കേ ഇജ്ജ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴേ ഞാനിജ്ജൊരു രാഷ്ട്രീയ ഇന്റർവ്യൂ എടുത്താലോ? ഇത് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഉത്തരങ്ങൾ തരും. ഇവിടെ തോൽക്കുന്നു. അല്ല അജിഞ്ഞോട് കച്ചറ കൂടിക്കൊണ്ടി ആ പ്രശ്നമല്ല. കോൺഗ്രസും തോൽക്കണം, ലീഗും തോൽക്കണം, BJP വരും ചെയ്തത്. അപ്പൊ രാജ്യം സ്വതന്ത്രമായിട്ടുള്ളൊരു റിപ്പബ്ലിക്കോ രാജ്യം ആരാ ഭരിച്ചിന് പിന്നെ സംസ്ഥാനം? അതായത് ഞാൻ പേര് പറയണില്ല, ചുവന്ന കളറിലുള്ള നമ്മളൊരു പാർട്ടി ഉണ്ട്, ഇവിടെ വരണം. ഞാൻ എങ്ങനെ പിണറായി ഭരിക്കുന്നു പറഞ്ഞു? അങ്ങനെ എങ്ങനെ ഇനി മൂന്നാം തവണ ഞങ്ങൾ ജയിച്ചു ആസവിടെ. പിന്നെ ഇവിടെ ലീഗുകാരും വരരുത്, കോൺഗ്രസ്സുകാരും വരരുത്, സഖാക്കളും വരരുത്, BJP വരരുത്. പക്ഷെ വേറെ ചുമന്ന കളറുള്ള ഒരാളുണ്ട്, ഓല് വരണം. ഞാൻ പാർട്ടിയുടെ പേര് പറയണില്ല, അത് നമ്മളെ പാർട്ടി, മഞ്ഞ പാർട്ടി. മസാല പിന്നെ കുറച്ച് ചിക്കൻ കൊണ്ട നല്ല മസാല ഉണ്ട് ഇവിടെ. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇത്രയും ആൾക്കാർ ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാൻ പറ്റും. ഞാൻ കേട്ടോ ഇവിടെ ഒഴിഞ്ഞ് നിന്ന് കോളിയാണ് സുഹൃത്തുക്കളെ. ചെറിച്ചോ എന്താ കൂട്ടാന് കട്ടിയല്ലേ? ഹലോ വീട്ടാക്കി ഇല്ലല്ല കോളിതോ. ഇതാണ് സുഹൃത്തുക്കളെ അവസ്ഥ. സങ്കടമുണ്ട്. സംഭവം മീനിവിടെ ഉണ്ട്. സൗണ്ട് നോക്കി. എടാ മീനിന്റെ മസാല ഉണ്ട് ഇവിടെ. മീന്റെ ചോയ ഉണ്ടാവും, പച്ച ചോയ. നേരത്തെ നല്ല കുഴപ്പമുണ്ടായില്ല. വലിയ മാറ്റം. മയൂരിയുടെ കല്യാണത്തിന് മൂത്താപ്പാന്റെ പെൽപ്പറായി പോയിട്ട് അപ്പൊ ഓരോ കുടുംബക്കാരും വരും. സുബൈയാരി മൈമതെ എത്തപ്പത് വള്ള പാട്ടെടുത്താണ് 2 പാട്ട്. അയ്യോ ആ പോയിക്കോളി. അപ്പൊ റാത്തായി. അടുത്ത ആളിങ്ങനെ വരും. അതേ പാട്ടെടുത്ത 2 പാട്ട് അപ്പോഴാണ് കണക്ക്. വള്ള കയറിക്കണെങ്കി പോയിക്കളി. ഞാനാണ് ഫുള്ള് മെയിനോടെ ദുബായിലല്ലേ ഇല്ലാത്ത ക്യാമറ ഇതിരിക്കൂല നമ്മള് ആവുലോച്ചിന് പള്ളിക്ക് ആ നിർത്തണം. നല്ല അരി കേട്ടത് ബസ്മതി. ആസ കേറുണ്ട്. ജയ്സൽഖാനോല് പറഞ്ഞ മാതിരി പറഞ്ഞ എന്താ പേര് വസുമതി അതും മതി ഞാനർത്ഥം. ഇട്ടാ മതി. നിങ്ങൾ വീഡിയോ ആക്കി എടുക്കല്ലേ? അങ്ങനെ വേണ്ട അയിമല്ല മതി. പൊള്ളിച്ചല്ലേ ചൂടില്ല ചൂടില്ല. നമ്മളെ മതിപ്പും ബസ്സിൽ നമ്മള് മതിപ്പില്ല. ചോറ് വെച്ചിട്ട് പോയാൽ മതിയാണ് ബസ്സിനോട്. രാവിലെ കൂടി ഇറക്കാണ്ട്. അപ്പൊ എത്ര മാർക്കറ്റ് നമ്മള് ചോറിന് ബസ്സിനകത്ത് പോയി പോയി വാങ്ങാം. ബസ്സില് ചോറ് വെച്ചാൽ പറഞ്ഞിട്ടേ അച്ഛൻ രാവിലെ വീട് ഇറക്കാണ്ട്. അപ്പൊ എത്ര ഈ ചോറിനോട്ട വില? പക്ഷെ ഇതിങ്ങനെ നടന്നുകണ്ടേ ചോട്ടാ മുംബൈയില് സിദ്ദീഖ് മറ്റേ ബീറും കുപ്പി കൊടുക്കുന്ന മാരിയാക്കാരം. ആ വെച്ചതാ ചോട്ടാ മുംബൈയിലെ സിദ്ദീഖ് മറ്റേ ബീറും കുപ്പി കൊടുക്കുന്ന മാരിയാക്കാരം. മീനെന്തായി? മീനായോ?
അല്ലേ മസാല വരടാ ചോലൊക്കെ സെപ്പിക്കല്ലേ എഴുതോ പോരില്ല സംസാരിക്കുന്നു ഇതൊരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അരമണിക്കൂർ ആയിക്കടാ അരമണിക്കൂർ കാരണം ഇവിടെ നോക്കാം മീൻ ഉണ്ട് സ്മെല്ല് ഉണ്ടാവനോ അടിപൊളി സ്മെല്ല് തീ ഒന്നും മിന്നണോ മീൻ വരുവേ ആരെ കൂട്ടി മസാല മറിച്ചിട്ടോ ഇപ്പൊ കുറച്ച് മീൻ കിട്ടി കഴിഞ്ഞാൽ മറ്റേ അതിലെ ബാക്കിണ്ട് ആരെയും പേരില് ബാക്കിലാക്കാം 4 അര കഴിച്ച അതിലെ ബാക്കിയുണ്ടോ അതിലെ പോലെ അത് ചെറുതായിട്ടാണ് രസമുണ്ടല്ലോ ഇതൊന്നും കിട്ടാ കുഞ്ഞുവിനെ നന്ദി മാത്രം കൊടുക്കാം 200 കൊടുക്കണ്ടിയോ കുഞ്ഞുവിന്റെ വിശാല മനസ്സ് 4 മീനൊരു പരി ഭീകരണേ അത് എവിടെ നോക്കോ ഞാൻ കത്തിട്ടെ കത്തിച്ചിട്ട് സപ്പോർട്ട് സപ്പോർട്ട് തീയാണ് സുഹൃത്തുക്കളെ ഇനി നമ്മള് ചോറില്ല ബാവുട്ടോപ്പ് ഉണ്ട് ജൈക്കാവുണ്ട് ഞാൻ സാമാന്യമായിട്ട് മിന്നലോ കുട്ടികൾ വിരുന്നേക്ക അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് എവിടുന്ന് കാണുന്നു വെച്ചിട്ടായിട്ടില്ലല്ലോ കത്തുണ്ടോ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻഹാമും തമ്മിൽ ഫൈനൽ മത്സരമുണ്ട്. ഹലോ പറയാം കരി കിട്ടിയിട്ടില്ലേ തൊട്ട് കഴിഞ്ഞാൽ ആയിക്കോട്ടെ കുട്ടിയോടെ അതിന്റെ ഇതാവടാ ഇതുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നാ അതേമാതിരി മൂട് പേപ്പർ മൂട് പേപ്പർ മൂട് പേപ്പർ മൂടിട്ട് കിടക്ക് അതും പോ വേണ്ടോ ഈ കഷ്ണം നോക്കാം ഇതൊന്നും തിരിച്ചാലോ നമ്മൾ സംസാരത്തിൽ അടി കൂടെ നമ്മള് പിന്നെ അടുത്ത സ്ഥാനാർത്ഥിയോ വെള്ളത് മതിടാ കുറച്ചുകൂടി വേണ്ടേ സ്ഥാനാർത്ഥി സൽമാൻ 5-ാം വാർഡ് കുറ്റണ്ണ അരി അപ്പം മണ്ഡലം ഞങ്ങൾക്ക് വോട്ടാണ് അൽമാനെ തീർച്ചയായും കുറെ വോട്ടുകൾ വെള്ളം ലേസമാണ് ആള് വാടക നിൽക്കില്ലെങ്കിൽ ചെറുങ്ങനെ കുറച്ച് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഈ വെള്ളത്തിന് ഇത് പറ്റുമോ? ആർക്കെങ്കിലും ലേസം വെള്ളം മുടിച്ചറി നല്ലോണം കത്തിച്ചാ വെള്ളം പറ്റി കച്ചും ചോറ് വേവൂല. കുഞ്ഞുമാനിട്ട് വേറെ എന്താണ് പാണ്ടിക്കാണ് കത്തിച്ചു ഇതിഹാസം വാട്ടിയാണ് പോയി
ഹംസപ്പണത് കുറ്റണന്റെ അംസപ്പ വണ്ടൂരുണ്ട് രണ്ട് ബിജെപിക്കാര് കുട്ടിപ്പാക്കി പോരാടല്ലേ എന്താ സുബൈർ പറ്റൂല പറ്റൂല അത് പറ്റും അരി എവിടെ അളവ് കിട്ടിയില്ല ഇപ്പൊ പേരിന് പിന്നാമി മറ്റേ ഊറ്റിയിടുന്ന ആളില്ലേ കമ്മട്ടം കിട്ടണം, അതായത് ഒരളവ് ഒരു കമ്മട്ടത്തിൽ ആളെ ഇങ്ങനെ വെക്കും, എന്നിട്ട് കട്ട ഇങ്ങനെ അതേമാതിരി വന്നോ ചെയ്ത് നമ്മൾ വെക്കണ മീൻ മന്തി ഉണ്ടോ? എടാ മീൻ്റെ എന്തായി? മീനെ തീ എടുത്താലോ, നമുക്ക് തീ എടുത്തിട്ടാലോ? സംസാരിക്കും. എന്താ അടിപൊളിയായിട്ടുള്ള ഉഷാറായിട്ടുണ്ട്. മീനുണ്ട്, മീൻ അടിപൊളി. മന്തി പോലീസാണ് ഇല്ലേ സാറേ അതെ, ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി വിടുട്ടോ. ഇങ്ങനെ കൂള് കഴിഞ്ഞ് സംസാരിച്ചോ? കൂളാറ്റ് കോൾ ചെയ്യുന്നുണ്ടോ ശംഖ് ചെങ്ങ ആണോ? രാഷ്ട്രീയത്തിലേക്ക് വോട്ട് വേണോ? രാഷ്ട്രീയത്തിലേക്ക് എന്റെ കൂടുതൽ 7 വോട്ടുണ്ട്, എനിക്ക് വേണോ? രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയത്തിലേക്കില്ല. സൽമാനെ വേണോ? ചിന്നമന്ത് ഞാൻ നിൽക്കട്ടെ സ്വന്തം സ്ഥാനാർത്ഥി. ഞാൻ സ്വന്തം സ്ഥാനാർത്ഥിക്കണോ? വാങ്ങിത്തരാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉപ്പൂടി ഇത്ര വെള്ളം കഴിഞ്ഞു നമ്മൾ ഓടുകയാണ്. ഏതാ മീൻ കറി? ചേമീൻ. ചേമീൻ എന്നിട്ടൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. 10-24 പെട്ടെന്ന് പെണ്ണുങ്ങൾ പിന്നെ പോവാം. അപ്പൊ ചെല്ലി ആയിക്കോട്ടെ, ഞാൻ ചെറുക്കന്മാരൊക്കെ വെള്ളം കിട്ടി, വെള്ളം നല്ലോ കത്തിച്ച് നല്ലോ അതും പച്ചവെള്ളം പാർന്നു തിളച്ച വെള്ളം പാരണ്ടേ ശരിക്കും. നിസാമിന്റെ ഹിസ്റ്ററി രണ്ടാമതൊരു കഞ്ഞി. ഇതെനിക്ക് മാത്രം ഇത് ഞാൻ പേരുന്നുണ്ടല്ലോ. ഏത് പിന്നെ പിന്നെ മീന്റെ മസാല ഇനി വേണ്ട. നിസാമിന്റെ തൊപ്പിയിൽ മറ്റൊരു പൊൻതൂവൽ കൂടെ. ഇത് എനിക്ക് മാത്രം അറിയാതപ്പെട്ട ലാസ്റ്റ് വെള്ളം പറഞ്ഞു. ഇനി ഒരു പരീക്ഷ കൊണ്ട് വെച്ചാലോ ഞാൻ തീരല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മന്തി ബിരിയാണി ചെറിയ അമ്മത്തിന് വാങ്ങിത്തരുന്നു. നമുക്ക് കളി ചെറുക്കന്മാരത് മുടങ്ങാണെന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ല ഓർക്ക് അപ്പുറത്ത് കൂടെ കൊടുത്താൽ മതി. സൽമാന്റെ വരുന്നവർക്ക് അപ്പൊ കൂടെ ബാബുമാഷ് കൊണ്ടുവരുന്ന വെച്ചിരില്ലേ? ബാബുമാഷ് നമ്മള് പണ്ട് കളിച്ചിരുന്ന ക്രിക്കറ്റ് കളിച്ചിന് അങ്ങനെ. ആ ഭാഗം മൂപ്പരെ ബാബുമാഷ് ബാബുമാഷ് പരപ്പണി വെച്ചോടെ ആയിക്കോട്ടെ ഉപയോഗിച്ചോളി പറഞ്ഞത്. അല്ല ഓലിക്കില്ല വജ്ജവിടെ ആ തിരക്ക് ഞമ്മക്കില്ല പോലെ ചോറൊക്കെ വെള്ളം കിട്ടും. എപ്പോ കൊണ്ടുവരുന്ന മുത്തേ വെള്ളം പണ്ട് ജയിലിലേനു സൗദി അറേബ്യക്ക് പോയതോ ദുബായിക്ക് പോയതോ സിംഗപ്പൂർക്ക് പോയതോ അവന്റെ പാസ്പോർട്ടും കാണിച്ചു തന്നില്ല, തെളിവില്ല. അതിന്റെ അർത്ഥം എന്താണ്? പാസ്പോർട്ട് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചു. മറ്റേ ജോർജ് കുട്ടി പറഞ്ഞ മാതിരി അത് കാണിച്ചു തരും. അല്ല ദുബായിലുണ്ട്. ദുബായിലില്ല. ആ ഒരു വട്ടമൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ പറഞ്ഞു പലരും പോണല്ലേ.
മതിയതേ കത്തുണ്ട്. അത് നമ്മളെ റിംസ് കഴിക്കണേ ഞങ്ങള് പോയിട്ടില്ലേ സിംഗപ്പൂർ അല്ലേ ഒറിജിനൽ അതെ വർക്കല റിസോർട്ട് ഉണ്ട് വർക്കല റിസോർട്ട് ഉണ്ട്. അപ്പോ നമ്മൾ മീൻ സെറ്റ് ചെയ്തു. ചോറ് കഴിക്കണേ. അത് തണുത്താലേ സെറ്റ് ആവണം. നല്ല രസം നല്ല രസം നല്ല രസം ക്രെഡിറ്റ് നമുക്ക് പോയി കാരണം സമ്മതിക്കുന്നു. സൂപ്ര ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയില്ലേ? ചെരുപ്പൂരി ചെരുപ്പൂരി ഇന്നലെ അവിടെ ബീച്ചിൽ കമാണ്ടി വാങ്ങിയ പാടില്ലേ ഞങ്ങൾ അതിന് വാങ്ങിയല്ലോ പിന്നെ ഒരാൾ ഓരോ വെച്ചിട്ടുള്ള മീൻ സെറ്റ് ആവും. ഓരോക്കാനൊന്നും ഇല്ലോണ്ടോ പിന്നെ കജ്ജുമ്പോൾ പോരൂല. പിന്നെ എല്ലാ സമയത്ത് മോനിൽ എന്തുണ്ട് നമ്മളീ ഫുഡൊക്കെ സെറ്റായി. അപ്പൊ നമ്മളെ ഫുഡ് സെറ്റായി. മീന് ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കണ ആയി. മീൻ ചോറ് കാണുന്നില്ല. പിന്നെ എടന്ന് വട്ടത്തി എല്ലാരും വട്ടത്തി എല്ലാരും ഇരിക്കണം. എടാ പെൻസിലേക്ക് ചോറിട്ടാ കുറച്ച് പൈസ അവിടെ ചെറിയൊരു പരിപാടി. ചോറിനോ അതെളുപ്പം കിട്ടണ്ടേ ഞാൻ ഇത്ര കിട്ടണമെന്നാലേ അതാ കിട്ടിയോ? അവനോട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടേ ഇപ്പൊ ഇതെന്റെ മസാല പെരുമ്പോറ മസാല സാമർത്ഥ്യം വേണമല്ലേ കിട്ടൂല. ഇരുന്നോ മീൻ കിട്ടിയില്ല മീൻ കിട്ടിയില്ല. ഓക്കെ എടാ ഒരു മീൻ പൊട്ടി വരുമല്ലോ. അവിടെ മീനൊക്കെ എടുത്തിട്ടൊക്കെ ഇത് പോയില്ല കേട്ടോ. ഇത് പോയിൽ പേപ്പറാണ്. കൂടുന്നുള്ളൂ. എന്നിട്ട് ചണ്ടി കച്ചറുണ്ടാക്കി ഇങ്ങോട്ട് അല്ല ഞാൻ ആ ചൂടത്തെടുത്താണ്ട് അതിനെ ചെടുത്തത് അത് സങ്കടത്തിച്ചു. അതിലെ പിന്നെ ഞാൻ കൂടുന്നുള്ളൂ തീരുമാനിച്ചത്. എന്ത് മീനാണ്? ചീമീനോ? ചെറിയൊരു പരിപാടി. നേരെ ഒരു അൽഫോൺ വിളിച്ചു പറഞ്ഞാൽ എന്താ ഇതിന്റെ പുറത്ത് വേണ്ട മീൻ വേണ്ട കിട്ടാത്ത തീരെ നമുക്ക് കിട്ടിയണോ തിന്നാണ് ഞാൻ കൊടുത്തത്. അത് കിട്ടിയില്ലേ? ഇതിന്റെ ഉള്ളിൽ ഒന്ന് ലേറ്റ് അടിച്ചാ സീറ്റ് ഫുള്ള് മീനാക്കറല്ലേ നീ. ആ മുളക് അടിക്കാ ആർക്കും പച്ചവളക്കാണ് കടിച്ച മീൻ കൊണ്ടാ മീൻ തരാം. അല്ല ബീച്ചും ചോറ് വെച്ചുകൊണ്ടേക്കാനും അങ്ങനെ എല്ലാരും ചോറ് ശീലിച്ചു. അൽഹംദുലില്ലാ. വൈബ് എന്താ വെച്ചാലേ ഇങ്ങനെ എടുക്കുക എടുക്കുക നല്ല രസമുണ്ട്. കക്കാടം പോലെ പോവാ. അപ്പൊ മറച്ചുവോ മീൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതാണ് പരിപാടി. ഫുള്ള് മീൻ നോക്കി. മീനിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പെരുന്ന മസാല കൂട്ടി കൊണ്ടുവന്നു.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഓക്കെ.